और 6 പപ്സ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സ്വാഗതം. ഇല്ലാണ്ട് എന്നെ വ്ലോഗ് വേണ്ടേ? പിന്നെ നിന്നെ എടുത്തു മോന്ത കിട്ടിക്കോളൂ. അപ്പോൾ അവസാനത്തെ 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ മാച്ച് കളിക്കാനായിട്ട് പോകും. 8 മാസം 1 വർഷമാണോ? 1 വർഷമായി. മറ്റൊരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനത്തൊരു നക്ഷത്രം പോലും കാണാൻ മഴ പെയ്യുന്ന ഉറപ്പിച്ചാൽ നമ്മൾ കളിക്കണം. നമ്മുടെ എതിരാളികളിൽ നിന്ന് ആരാ? ഓട്ടപ്പടിക്കെതിരെയാണ് നമ്മളിന്ന് കളിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് മറ്റേതുമല്ല, അനന്തുവിൻ്റെ ഒരു 50 ഇന്ന് എന്തായാലും കാണും. 8 ഓവർ മാച്ച് ആണെങ്കിലും ഒരു 50 കാണുമെന്ന് വിചാരിച്ചാണ് അവിടെ പോണേ. എടാ പക്ഷെ അവിടെ ചെളിയല്ലേ, ചെളി മാറുമോ? ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ടർഫ് ബുക്ക് ചെയ്ത് ടർഫിൽ കളിക്കാൻ വന്നിരിക്കുകയാണ്. ടോസ് കിട്ടി, ആദ്യം നമ്മൾ ബാറ്റ് ചെയ്യുന്നു. നമ്മുടെ ടീമിൽ ഇന്ന് അണിനിരക്കുന്നവർ മെയിൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മ. ബാറ്റ് ചെയ്യുന്നത് രാജ. അത് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടും, അതെന്തായാലും കിട്ടും, നീ പേടിക്കണ്ട. എന്നിട്ട് എങ്ങനെയാ എഡിറ്റ് ചെയ്ത് തരണോ? നിന്റെ രീതിയിൽ തന്നെ. സോ സിമ്പിൾ. അടുത്തത് ഇറങ്ങുന്നു കുഞ്ഞു. എത്ര ഓവറാണ് കളി? എടാ എത്ര ഓവർ കളി? 8 3 കളിയോ? അതിനുള്ള സമയമുണ്ടോ? ബാറ്റിങ്ങിനെ പറ്റി 2 വാക്ക് പറ രാജിനെ പറ്റി. ഇപ്പുറത്തെ എൻഡിൽ അരവിന്ദ്. രാജ സ്ട്രോങ് ബാറ്റ്സ്മാനാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് പുള്ളി ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. അടിക്കുമെന്ന് തന്നെയാണ് അത് പ്രതീക്ഷ. അവര് 11 പേര്, നമ്മൾ 5 പേര്. നല്ല വീഡിയോ എടുക്കട്ടെ, ബാറ്റ് ചെയ്താൽ കിട്ടും. ഫസ്റ്റ് ബോൾ കൊള്ളിക്കുകയാണെങ്കിൽ കയറി വരാം. ഓ അനന്ത് 45 എന്നല്ലേ ഇന്ന് ഓപ്പണിങ് ഇറങ്ങാത്ത സാഹചര്യം? ഇന്ന് ഓപ്പണിങ് ഇറങ്ങാത്ത എന്താ? ഇന്നത് വീട് ആദ്യം വന്നു. നനഞ്ഞിറക്കുക പറക്കുമ്പോണ്ട്, അതല്ല ഞാൻ നേരത്തെ ഇറങ്ങാം. വന്നോ? വന്നു 2 പേരും കൂടെ വന്നു. 2 അവൻ മാത്രമേ ഉള്ളൂ. ഒന്നിന് കളിക്കുന്നോ? ഒന്നിന് കളിക്ക്. മിസ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു മാച്ച് കളിക്കുന്നത്. അതിൻ്റേതായ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്. 4 മുന്നോട്ട് നോക്കാതെ. കിട്ടി. എടേ ഭീകരൻ ഇറങ്ങട്ടാ. നീ പോണോ? അളക്കുന്നൊക്കെ ഉണ്ട്. ക്രീസ് വരച്ചാണെന്തോ. ഇനി നോയിക്കോട്ടോ.
പിടിക്കണോ? അടിക്കടാ. ഔട്ട്. ഇന്നിങ്സാ. നോക്ക്. പതി ഇല്ലടാ, ഫുള്ള് മാത്രമേ ഉള്ളൂ. ഓറം കിട്ടി. ആദ്യത്തെ ഓറ് പോന്നേട് കാണിക്കണ്ടോ നീ? പിന്നെ ഇറങ്ങി അടി. ആ ഒരു 6 പപ്സ്. ഒരു കാലം കൂടെ. സൂര്യകുമാറാണോ? സൂര്യകുമാർ 6. സൂപ്പർ അത് കിട്ടിയോ? അത്രേ ഉള്ളൂ. 6. പണമാണ് ഈ വല്ല. കമോൺ അമൽ. അമല് വൈഡ് കിട്ടിയിരിക്കുന്നു. ഇതൊന്നും അതിന് വരില്ല. അവനവന്റെ വോയിസ് ആയിക്കോളൂ. സൂപ്പർ. അകവും പുറം അടിയൊക്കെ താമസം ഉണ്ട് അവിടെ. എന്തും അന്ന് പോയെടുത്ത് പോലെ കേട്ടോ. അത് വെയിലോട് വെക്കേണ്ടി വരും. ആണോ? ഞാൻ ഓർക്കണ്ടേ ദൂരം വണ്ടികളാണ്. തല പോയോ? എടാ പക്ഷെ ഒന്ന് ഇളകി ഓടുക. വെറുതെ സൂപ്പർ. 6. അത് കിട്ടിട്ടാ. എന്തിനാണ് നിങ്ങൾ ഇടിക്കാതിരിക്കുമല്ലായിരുന്നു? അവിടെ മരിച്ചിരുന്ന് കിട്ടില്ല. നമ്മളാണ് ഈ ചെളിയെന്ന് പറഞ്ഞത് അനങ്ങൂലായിരുന്നു. സൂപ്പർ. 6. എത്ര റൺസാണോ? ഞാനെന്ത് പറയാ, കളി മൊത്തം പോണേ. ചുമ്മിരുന്നിങ്ങനെ. അടുത്ത ഈ പ്രാവശ്യത്തേക്ക് ഞാൻ ബോളറുണ്ട്. എടാ ബോളറാണ് വീഡിയോ എടുത്തില്ല കേട്ടോ. ലാസ്റ്റിൽ നീ ബോളറാണ് വീഡിയോ എടുക്കാം. നല്ല ബ്ലോഗർ ഇരിക്കണം. അതൊക്കെ കഴിയണ്ട. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ബ്ലോഗ് ഇറക്കും. ഇത് നല്ല വീഡിയോ കുറെ കിട്ടിയില്ല നമുക്ക്. ആരുടെ ചറവറ കിട്ടി? കുറെ എടുത്തുണ്ട്. നിന്റെ വീഡിയോ ആണോ? നിന്റെ വീഡിയോ പകുതിയും കട്ടാ. 2 അടി ഉണ്ട്. 10 അടി അടിച്ച് 2 റൺ കിട്ടും. രണ്ടടി എനിക്ക് പേഴ്സണലി ഒന്ന് അയച്ചിട്ടോ. അത് പേഴ്സണലോ? അതിന്റെ പേഴ്സണല് പെണ്ണുകളൊക്കെ പണമാണ് ഇവന്റെ പടകുതി. അതിന് എത്ര പണം വേണം? അങ്ങനെ 3 കളിയിൽ 1 കളി ജയിച്ചുകൊണ്ട് ടെർഫിൽ നിന്നും വിട വാങ്ങിയിരിക്കുന്നു.